ഇനി നമ്മൾ ഫിൽട്ടർ ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈവൺ നമ്പേഴ്സ് സോർട്ട് ചെയ്യുന്നതെന്നാണ്. അത് രണ്ട് മെത്തേഡിലാണ്. ഒന്ന് നമ്മൾ ഓർഡിനറി മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ ലിസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് 1 2 3 4 5 6 7. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഈവൺ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പം ഈ എക്സ് മോഡുലസ് ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ എക്സ്. അപ്പോൾ ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം 0 ആണെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ അത് ആ എക്സ് റിട്ടേൺ ചെയ്യും. അപ്പം ഒന്നാണെങ്കിൽ എക്സ് 1 ആണെങ്കിൽ റിട്ടേൺ ചെയ്യില്ല, എക്സ് 2 ആണെങ്കിൽ റിട്ടേൺ ചെയ്യും, 10 ആണെങ്കിൽ റിട്ടേൺ ചെയ്യും. അതാണ്. അപ്പം നമ്മൾ ഇവിടെ ഇത് ഈവൺ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഈവൺ സംഖ്യകൾ, ഈവൺ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എഫ് എന്ന് പറയുന്നു, ഫിൽറ്റർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫിൽറ്റർ ഫംഗ്ഷൻ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് ഫിൽറ്റർ എന്നിട്ട് റൗണ്ട് ബ്രാക്കറ്റിൽ ഈവൺ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ ഈവൺ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 ഈവൺ നമ്പേഴ്സാണ് സോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫിൽറ്റർ ഫംഗ്ഷൻ ഉപയോഗിച്ച് സോർട്ട് ചെയ്യേണ്ടത് ഈ ഈവൺ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുക. ലിസ്റ്റ് 1 എലമെൻസിനെയാണ് സോർട്ട് ചെയ്യേണ്ടത്, ഫിൽറ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് എഫ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് അത് ക്രിയേറ്റ് ചെയ്യുക. എഫ് എന്ന് പറയുന്ന ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്കാണ് അതിനെ ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പ്രിൻ്റ് ലിസ്റ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഈവൺ നമ്പേഴ്സ് എല്ലാം പ്രിൻ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഓർഡിനറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ ഈവൺ നമ്പേഴ്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് തന്നു, ഇവിടെ ഒരു ലിസ്റ്റ് തന്നു, ഇവിടെ ഈവൺ നമ്പേഴ്സിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫിൽറ്റർ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബ്രാക്കറ്റിലിട്ട് ഈവൺ ഫംഗ്ഷൻ കോൾ ചെയ്തു. ലിസ്റ്റിൽ 1 ഈവൺ നമ്പേഴ്സ് ഫിൽറ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് എഫ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിലേക്ക് അത് ഇൻപുട്ട് ചെയ്തു. ഇതാണ് സാധാരണ ഒരു മെത്തേഡ്. ഇനി നമ്മൾ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ലിസ്റ്റ് 2 പറഞ്ഞു, ഇവിടെ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞ് ഫിൽറ്റർ ഫംഗ്ഷൻ ഉപയോഗിച്ചു. അതിനകത്ത് ലാംഡ ഫംഗ്ഷനാണ് ഫിൽറ്റർ ഫംഗ്ഷൻ ഉപയോഗിച്ച്. ഇവിടെ നമ്മൾ ഈവൺ എന്ന് പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ ഈവൺ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ലാംഡ എന്ന് പറഞ്ഞു. എക്സ് മോഡുലസ് ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈവൺ നമ്പേഴ്സാണ്. ദെൻ അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് നമ്മൾ ലിസ്റ്റ് 2 ഈവൺ നമ്പേഴ്സിനെ സോർട്ട് ചെയ്തിട്ട് F1 എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഇൻപുട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് F1 എന്ന് പറയുന്ന ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിലെന്ത് ചെയ്യണം? ഈവൺ നമ്പേഴ്സിനെ ഫിൽറ്റർ ചെയ്യുക. ഏതിൽ നിന്ന്? ലിസ്റ്റ് 2 നിന്ന് ഫിൽറ്റർ ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് ലിസ്റ്റ് F1. ഇത് ഈ F1 ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത് ഈ F ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ട ഈ F ആണ്. ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ട F1 എന്നാണ്. അപ്പോൾ ആദ്യത്തെ പ്രിൻറ്റിങ്ങിൽ നമുക്ക് 2 4 6 കിട്ടും. രണ്ടാമത്തെ പ്രിൻറ്റിങ്ങിൽ 10 12 14 16 കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ആദ്യത്തേൽ ഈ 2 4 6 ഇവിടെ കിട്ടി. 2 4 6. രണ്ടാമത്തേൽ നോക്ക്. രണ്ടാമത്തേൽ ലിസ്റ്റ് 2 ആണ്. ലിസ്റ്റ് 2 അതിൽ 2 12 14 16. അപ്പോൾ നമ്മൾ ഒന്ന് ഓർഡിനറി ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്തു, ഇവിടെ ഫിൽറ്റർ ചെയ്തു. രണ്ടാമത് ലാംഡ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തു.